ഞാൻ ആരാണെന്ന് കണ്ടെത്താൻ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എല്ലാം ശരിയായി ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. ഞാൻ ആ തിരക്കഥ പിന്തുടർന്നു. ഉള്ളിൽ മുങ്ങിത്താഴുമ്പോഴും പുറമെ പുഞ്ചിരിച്ചു. ഐ വാസ് ഇൻ ലിവിങ്, ഐ വാസ് പെർഫോമിങ്. ഏറ്റവും ഭയാനകമായ ഭാഗം അതിൽ എന്നെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ജീവിതം നേർക്കുനേർ വന്നു. ഒരു വേർപിരിയൽ, ഒരു പരാജയം, ആരും കാണാത്ത ഒരു നിശബ്ദ നിമിഷം. പെട്ടെന്ന് സൈലൻ്റായി. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിലമില്ലാ കയത്തിലേക്ക് വീഴുന്നത് പോലെ തോന്നി. പക്ഷെ ആ സ്വതന്ത്ര വീഴ്ചയിൽ വിചിത്രമായ എന്തോ ഒന്ന് സംഭവിച്ചു. മുഖംമൂടികൾ തെറിച്ചു വീഴാൻ തുടങ്ങി. വ്യാജ ലക്ഷ്യങ്ങൾ, വ്യാജ സുഹൃത്തുക്കൾ, വ്യാജ സ്വപ്നങ്ങൾ. ഞാൻ അവയെല്ലാം വിട്ടയച്ചു. അത്രയ്ക്ക് ധൈര്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ എനിക്ക് കൈവശം വെക്കാൻ ബാക്കിയില്ലാത്തത് കൊണ്ടാണ്. ആ ശൂന്യതയിൽ ഞാൻ എന്നെ തന്നെ കണ്ടുമുട്ടി. ഫിൽറ്റർ ചെയ്ത പതിപ്പല്ല, ആളുകളെ പ്രീതിപ്പെടുത്തുന്നതല്ല, വെറും എന്നെ, പിഴവുള്ള, ആശയക്കുഴപ്പത്തിലായ യഥാർത്ഥമായ എന്നെ. ആദ്യമായി എനിക്ക് നഷ്ടപ്പെട്ടതായി തോന്നിയില്ല, എനിക്ക് സത്യസന്ധത തോന്നി. ചിലപ്പോൾ കൂടുതൽ ചേർത്തുകൊണ്ട് നിങ്ങൾ വളരുന്നില്ല, ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ വളരുന്നു. നീ ആരായിരിക്കണമെന്ന് കരുതിയോ, അങ്ങനെ നിനക്ക് ഒടുവിൽ നീ ആരാണോ അതായിത്തീരാൻ കഴിയും. അംഗീകാരത്തിനായി നിർമ്മിച്ച എൻ്റെ പതിപ്പ് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു, ഉദ്ദേശത്തിനായി നിർമ്മിച്ചത് കണ്ടെത്താൻ. അപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ നല്ലത്. ഒരുപക്ഷെ നീ എവിടെയായിരിക്കണമെന്ന് കൃത്യമായി നിനക്കറിയുമെങ്കിൽ നിനക്ക് അവിടെയായിരിക്കാം. കാരണം നീ ഒടുവിൽ ഉപേക്ഷിക്കുന്ന പഴയയിടത്താണ് യഥാർത്ഥം നിന്നെ കാത്തിരിക്കുന്നത്. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, please comment, like, share and subscribe.